أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇപ്പോൾ ഓതിക്കേട്ട ആയത്ത് സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അർത്ഥം ഇപ്രകാരമാകുന്നു: നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നതിനായി മൂസാക്ക് നാം ഗ്രന്ഥവും സത്യാസത്യ വിവേചന ദൃഷ്ടാന്തങ്ങളും പ്രദാനം ചെയ്ത സന്ദർഭം ഓർക്കുക. കഴിഞ്ഞ ദർസിൽ നാം പാദ്രി റവറൻ വേറി സാഹിബിൻ്റെ ആക്ഷേപത്തെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. മുസ്ലിഹ് മോദ് റളിയല്ലാഹു തആല അൻഹു തുടർന്ന് എഴുതുന്നു: വിശുദ്ധ ഖുർആനിനെതിരിലുള്ള പാദ്രി സാഹിബിൻ്റെ ദുർധാരണയ്ക്കുള്ള തെളിവ് അല്ലെങ്കിൽ മുൻവിധിക്കുള്ള തെളിവ് ഈയൊരു കാര്യത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. അതായത് മുഴുവൻ ബൈബിളും അഥവാ മുഴുവൻ തൗറാത്തും തൂർ പർവ്വതത്തിൽ ഇറങ്ങിയെന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയും തന്നെ പരാമർശിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ബൈബിളിൻ്റെ പരാമർശത്തിന് അനുസൃതമായി വേറി സാഹിബും അത് അംഗീകരിക്കുകയുണ്ടായി. അതായത് ചില കൽപ്പനകളടങ്ങിയ ഫലകം ഇറങ്ങിയതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനും പരാമർശിക്കുന്നത്. സൂറ ആറാഫിൽ അള്ളാഹു പറയുന്നു, ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അതായത് നാം മൂസാക്ക് എല്ലാ മർമ്മപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശവും വിശദീകരണവും ആ ഫലകങ്ങളിൽ എഴുതി കൊടുത്തു. എന്നിട്ട് നാം അദ്ദേഹത്തോട് പറഞ്ഞു, അവ മുറുകെ പിടിക്കുക, നിന്റെ ജനങ്ങളോട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നീ കൽപ്പിക്കുകയും ചെയ്യുക. ധിക്കാരികളുടെ വാസസ്ഥലം അടുത്ത് തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതാണ്. ഈ ആയത്തിൽ നിന്നും തെളിയുന്നത് വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മൂസ അലിഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു തൂർ പർവ്വതത്തിൽ വെച്ച് ഫലകം നൽകി. എന്നാൽ ആ ഫലകം കൂടാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല എന്ന വാദം വിശുദ്ധ ഖുർആനോ ബൈബിളിലോ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു പാതിരിയുടെ തൂലികയിൽ നിന്ന് ഇപ്രകാരം എഴുതപ്പെടുക എന്നുള്ളത്, അതായത് ബൈബിൾ ഇത്രമാത്രമാണ് പറയുന്നത്, മൂസ അലൈഹിസ്സലാമിന് അവിടെ വെച്ച് 2 ഫലകം മാത്രമാണ് ലഭിച്ചത്, അതിൽ 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു എന്നെഴുതിയത് വളരെയധികം ആശ്ചര്യജനകമായി തോന്നുകയാണ്. ബനി ഇസ്രായേൽ സമുദായം ഒരു കാളക്കുട്ടിയെ ആരാധ്യ വസ്തുവാക്കിയ സന്ദർഭത്തിൽ എന്തെല്ലാമായിരുന്നോ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടത്, അതിനെ സംബന്ധിച്ച് പുറപ്പാട് അധ്യായം 20 മുതൽ തുടങ്ങി 31 വരെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും അധ്യായങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് ഹ്രസ്വമായ നിലയിൽ ഒന്ന് പരാമർശിക്കുകയാണ്. അധ്യായം 20 ആ പർവ്വതത്തിൽ വെച്ച് നൽകപ്പെട്ട 10 കൽപ്പനകളെ സംബന്ധിച്ച് പറയുന്നു. 21-ാം അധ്യായത്തിൽ അടിമകളെ സംബന്ധിച്ച്, വേലക്കാരികളെ സംബന്ധിച്ച്, കൊലപാതകത്തെ സംബന്ധിച്ച്, അടിമ കച്ചവടക്കാരെ സംബന്ധിച്ച്, മാതാപിതാക്കളെ ശപിക്കുന്നവരെയും അസഭ്യം പറയുന്നവരെയും സംബന്ധിച്ച്, ഷണ്ഡ കൂടുന്നവരെ സംബന്ധിച്ച് ഒക്കെ തന്നെ പറയുന്നു. 22-ാമത്തെ അധ്യായത്തിൽ കളവിനെ സംബന്ധിച്ച്, മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കുന്നവരെ സംബന്ധിച്ച്, അമാനത്തിനെ സംബന്ധിച്ച്, കടത്തിനെ സംബന്ധിച്ച്, വ്യഭിചാരത്തെ സംബന്ധിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. 23-ാമത്തെ അധ്യായത്തിൽ അപവാദം പറയുന്നതിനെക്കുറിച്ച്, കള്ളസാക്ഷ്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, നന്മ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നു. 24-ാമത്തെ അധ്യായത്തിൽ
വീണ്ടും ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം പർവ്വതത്തിൽ പോയതിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. 25-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും കാണിക്ക സമർപ്പിക്കുന്നതിനെക്കുറിച്ചും ആരാധനാലയങ്ങൾ പണിയുന്നതിനെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെയാണ് പ്രസ്താവിക്കുന്നത്. 28-ാമത്തെ അധ്യായത്തിൽ ഹാറൂൻ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും പൗരോഹിത്യത്തിനായി സമർപ്പിക്കുന്നതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. വിശുദ്ധ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നു. ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളുടെ വസ്ത്രത്തെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഈ 28-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൽ അഹ്റോനെ അഥവാ കാഹിനെ പരിശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചും കുർബാനികളെ സംബന്ധിച്ചും ഒക്കെ തന്നെ പരാമർശിക്കപ്പെട്ടു. 30-ാമത്തെ അധ്യായത്തിൽ ധൂപാർപ്പണം നടത്തുന്നതിനുള്ള ഒരു ബലിപീഠം പണിയുന്നതിനെ സംബന്ധിച്ച് പറയുന്നു. 31-ാമത്തെ അധ്യായത്തിൽ മറ്റു കുറച്ച് മാർഗദർശനങ്ങൾ നൽകിയ ശേഷം അതിൻ്റെ കൂടെ 2 ഫലകം നൽകിയതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ ഇത്രയും അധ്യായത്തിലെ അധ്യാപനങ്ങളെ വേറി സാഹിബ് എങ്ങനെയാണ് വിസ്മരിച്ചു കളഞ്ഞത്? ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിന് തൂർ പർവ്വതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൽപ്പനകൾ അവയാണ് ഈ 12 അധ്യായങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടും പാദ്രി സാഹിബ് പറയുന്നത് അവിടെ വെച്ച് ഫലകങ്ങളല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഫലകങ്ങളെ കൂടാതെ മറ്റു ചില കാര്യങ്ങളും അവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള വിശുദ്ധ ഖുർആന്റെ പ്രസ്താവന ഇത് വിശുദ്ധ ഖുർആന്റെ അജ്ഞതയ്ക്കുള്ള തെളിവാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അൽ കിതാബ് എന്നതുകൊണ്ട് ഒരു പരിപൂർണ ഗ്രന്ഥം എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അൽ കിതാബ് എന്നത് ഗ്രന്ഥത്തിൻ്റെ കുറച്ച് ഭാഗത്തിനും പറയും. വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ കത്തിന് പോലും കിതാബ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സൂറ നംലിൽ അല്ലാഹു ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാം സബായിലെ രാജ്ഞിക്കെഴുതിയ കത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തൻ്റെ ഒരു സന്ദേശവാഹകനോട് സുലൈമാൻ അലൈഹിസ്സലാം പറയുന്നു, ഇദ്ഹബ് ബി കിതാബി ഹാദാ ഫഅൽഖിഹ് ഇലൈഹിം സുമ്മ തവല്ല അൻഹും ഫൻദുർ മാസാ യർജിഊൻ. അതായത് എൻ്റെ ഈ കിതാബ് അഥവാ എൻ്റെ ഈ കത്ത് നീ കൊണ്ടുപോയി സബായിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുക, നൽകുക. എന്നിട്ട് അവരിൽ നിന്നും പിന്മാറി നിൽക്കുക. പിന്നെ അവർ എന്തു മറുപടിയാണ് നൽകുക എന്ന് നീ നോക്കുക എന്ന് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ആ സന്ദേശവാഹകനോട് പറയുന്നുണ്ട്. ഇവിടെ 1-2 വരികളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കത്തിനെയാണ് കിതാബ് എന്ന് നാമകരണം ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കിതാബ് എന്ന പദം കൊണ്ട് മുഴുവൻ തൗറാത്താണ് അർത്ഥമാക്കുന്നത് എന്ന നിഗമനത്തിൽ എത്തുക എന്നുള്ളത് വാസ്തവത്തിൽ എങ്ങനെയെങ്കിലും വിശുദ്ധ ഖുർആനിനെതിരിൽ ആക്ഷേപം ഉന്നയിക്കുക എന്നതിൻ്റെ പരിശ്രമ ഫലമാണ് എന്നുള്ളതാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.